ഹായ് ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മനോഹരമായ ഒരു പ്രകൃതി രമണീയം എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു സ്ഥലമാണ് മീഫെങ് എക്കോളജിക്കൽ പാർക്ക്. അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇത് ആക്ച്വലി ട്രാവലേഴ്സിനും അതുപോലെ തന്നെ ലോക്കൽസിനും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. ഇപ്പം നമുക്കൊരു ഒരു ക്വയറ്റ് ഡേ ഔട്ട്, അതായത് മനസ്സിനൊരു ശാന്തത വേണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിഡൻ ഗ്രീൻ ജം എന്ന് തന്നെ പറയാം. ഇതൊരു മൗണ്ടെയ്ൻസിൻ്റെ തൊട്ട് താഴെയാണ് ഈ പാർക്ക് നിൽക്കുന്നത്. ഇവിടെ വരുമ്പം തന്നെ നമുക്ക് ഇവിടെ ആദ്യം കാണുന്ന ഈ പച്ചപ്പും ഈ തണലും ഒക്കെയാണ് നമ്മൾ ആദ്യം നമ്മുടെ കണ്ണിൽ ഇത് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ കോണിലും വലിയ വലിയ മരങ്ങളും, പിന്നെ നമുക്ക് കയറുമ്പം തന്നെ ആ ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു ശുദ്ധവായു നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം നഗരത്തിൻ്റെ ഭയങ്കര തിരക്കും ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്നൊന്ന് റീചാർജ് ചെയ്യാൻ എത്താൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇത് കുറച്ചുള്ളിലാണ്, അതായത് അങ്ങനെ സിറ്റി ലൈഫിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പം അധികം ആരും ഇത് അങ്ങനെ ടൂറിസ്റ്റുകൾ അധികം ആരും ഇത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ കാണുന്ന മൗണ്ടെയ്ൻസിൻ്റെ തൊട്ട് താഴെയാണിത്. ഇത് നാച്ചുറലി ഉള്ളതാണ്. പിന്നെ ഇവർ കുറച്ചുകൂടി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മനുഷ്യനും ആ പ്രകൃതിയും തമ്മിലുള്ള ആ സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇങ്ങനൊരു പാർക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഒരു ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള ടൈം സ്പ്രിങ്ങും ഓട്ടോ ആണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഫുള്ളങ്ങ് ജോലിക്കാരാണ്, അതായത് ഇവിടെ ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഫ്ലവർ വാലി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇപ്പം ഫ്ലവറെല്ലാം കഴിഞ്ഞുപോയി. കാരണം നമ്മളാണെങ്കിൽ ഇപ്പം ഈ സമ്മറിലാണല്ലോ വന്നിരിക്കുന്നത്. ഇതാണ് ഈ ഫ്ലവർ വാലി. ഇവിടുത്തെ ഈ ഫ്ലവർ വാലി ഇവരിപ്പോഴും ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് അതായത് സ്പ്രിങ്ങിനും ആ ഓട്ടത്തിനും വേണ്ടി ഇവിടെ അങ്ങ് ഫുൾ ജോലിക്കാരാണ്. ഫുൾ അവരങ്ങ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പാടാണല്ലോ. പിന്നെ നമുക്ക് ഈ പാർക്കിലൂടെ നടക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ പക്ഷികളുടെ സൗണ്ടുകൾ, അതുപോലെ വെള്ളത്തിൻ്റെ സൗണ്ട്, ഇതെല്ലാം കേട്ടുകൊണ്ട് നടക്കാം. പിന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു ശാന്തത കിട്ടും. പിന്നെ ഈ ഒരു വൺ ഡേ പിക്നിക്കിന് പറ്റിയ ഏരിയ എന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെ ഗ്രീൻ ഒരു ലഷ്യസായിട്ട് ഇങ്ങനെ പുല്ലിങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കാണെങ്കിൽ വൺ ഡേ ഒരു പിക്നിക്ക്, അതുപോലെ തന്നെ ഒരു ലെഷർ വാക്കിംഗ്, ട്രെക്കിംഗ്, ഇതിനൊക്കെ പറ്റിയ ഒരു ഇടമാണിത്. പിന്നെ ഇത് അധികം ഒരു എക്സ്പ്ലോർ ചെയ്യും. ഇതിൻ്റെ താഴെയാണെങ്കിൽ ഒരു ഇവിടെ മെട്രോയുടെ പണി നടക്കും. അപ്പം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി ഇത് പണി നടക്കുവാണ്. അതുപോലെ ഇവിടെ വരുന്നവർ വെള്ളം കൊണ്ടുവരണം. കാരണം ഇവിടെ ആണെങ്കിൽ ഇവിടെ അങ്ങ് അടുത്ത് വേറെ സ്ഥലങ്ങൾ, ഞാൻ പറയല്ലോ കുറച്ച് ഉള്ളിലായതെന്ന്, ഇവിടെ വലിയൊരു മോള് പണി നടന്നുകൊണ്ടിരിക്കുവാണ് അവിടെ. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം, ഇവിടെ എല്ലാം ഇതുപോലുള്ള നല്ല സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലായിടവും. പിന്നെ അതുപോലെ തന്നെ മാങ്ങ, നാരങ്ങ എല്ലാം ഇവിടെ ഈ പാർക്കിൽ വന്നാൽ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വലിയൊരു മോളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇതൊരു നേച്ചർ എന്തൂസിയാസ്റ്റിന് പറ്റിയ ഇടം തന്നെയാണിത്. പിന്നെ ഇതൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. നമുക്ക് ഒന്ന് റീചാർജ് ചെയ്യാനും ആൻഡ് ആൾസോ കണക്ട് വിത്ത് നേച്ചർ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇത് നടക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല നടക്കാനുണ്ട്. അപ്പം നമ്മളിങ്ങനെ വെളിയിലിറങ്ങി. ഇനിയിപ്പം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ.